മുറിച്ചതാ എന്നെ മുറിച്ചു പരിപ്പിന് ദോശയും പരിപ്പ് ഇന്ന് പാതിലിന് ഓറഞ്ച് പറയാനില്ല അപ്പൊ എന്നെ കൊള്ളം മന്തി എന്റെ അടുത്ത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്തെങ്കിലും അവരുടെ അടുത്ത് കിട്ടുന്ന പോലെ എന്തെങ്കിലും രണ്ടെണ്ണം. എന്നാ ഇതിനെ എതിർക്കാൻ രണ്ട് നാടൻ പാട്ട് പാടാന്ന് വെച്ചാൽ തൊണ്ടയില്ല. നിങ്ങൾ റിയാലിറ്റി ഇരുത്തിയാലോ ഒന്നുകൂടെ. റിയാലിറ്റി ആകുമ്പോ മാറ്റമുണ്ട്. റിയാലിറ്റി മറ്റേപോലെ അടിപൊളിയല്ലേ. നിങ്ങളുടെ ഇന്റർവ്യൂ ഓൾറെഡി എടുത്തല്ലേ അങ്ങനത്തത്. അങ്ങനത്തെ എത്ര വേണം ഫോർ എക്സാമ്പിൾ എത്ര വേണം നിങ്ങൾക്ക്? ഫോർ എക്സാമ്പിൾ സരിക PG നിങ്ങൾ തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറിയല്ലോ. കുറെ നേരത്തെ അവർ നിങ്ങളെയൊക്കെ പിടിച്ച് കയറ്റി. പക്ഷെ നിങ്ങൾ അവിടെ ചെന്നാണ് കാണിച്ചത്. ഞാനോ അവർക്ക് സന്തോഷം കൊടുത്തോ? അവർക്ക് സന്തോഷം കൊടുക്കാനല്ലേ കിട്ടുവോ? അത് നഞ്ഞയിരിക്കും. നിങ്ങളോ തിരിച്ചേക്കട്ടെ. ശാരിക പാടം വരും പറയും ചോദിക്കും. കുറെ ചോദ്യം അങ്ങോട്ട് വരും. കുറെ നാളായിട്ട് ചോദിച്ചോണ്ട് നടക്കില്ല. ഉത്തരം പറയും. ഇനി ഉത്തരം പറയും. സാരികേച്ചി അപ്പാനിക്ക് എന്നിട്ട് എന്നെ കുറ്റം പറയണ ഒരു ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തേക്കുന്നുണ്ട്. ഞാൻ പുള്ളിക്കാർക്ക് അയച്ചു കൊടുത്ത ലിങ്ക്. അപ്പൊ മറ്റേ ജഗദീഷ് ഇങ്ങനെ എന്നോട് ചോദിച്ചത് ഓർമ്മയില്ലേ? ചാനലിനോട് പലതും കളിക്കുന്നത് അറിയില്ലേ? വർക്ക് ചെയ്യുന്നതല്ലേ? അങ്ങനെ വലിയ കുറ്റൊന്നും പറഞ്ഞില്ലല്ലേ? എന്റെ അടുത്ത് അനുമോളിന്റെയും മത്താനിയുടെ ഒക്കെ ഒരിടത്ത് ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ പിന്നെ കോമഡി ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആയിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെ നോക്കണം. തമിഴിൽ കാണുമ്പോ തന്നെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ. എന്റെ ഡയലോഗിന് അവളെ തലയാണ് കൊടുത്തത്. എന്റെ തലയല്ലേ കൊടുക്കേണ്ടത്? അത് റിയാലിറ്റി അല്ലേ. അപ്പൊ അതുകൊണ്ട് പറയുന്ന ആൾക്കാർ തല കൊടുത്താൽ പോലെ. എന്തിനാ പറയപ്പെടുന്ന ആൾക്കാരുടെ തല കൊടുത്തിട്ട് പറയുന്നവർക്ക് കൊടുത്താൽ പോലെ. എന്റെ കൊടുത്തിട്ടുണ്ടല്ലോ, മസ്താനോട് കൊടുത്തില്ല. അന്ന് പ്രസംഗിക്കും. ഞാൻ എനിക്ക് പറയാനുള്ളവരെ കാടിച്ചമർത്തി സംസാരിച്ചു. ഞാനിവിടെ ആരെ സൂചിപ്പിക്കാൻ വന്നൊന്നുമില്ല. എനിക്ക് പറയാനുള്ള എവിടെയാലും ഞാൻ പറയും. അപ്പൊ ആദ്യ കാലങ്ങളിൽ എന്നെ ട്രിഗർ ചെയ്ത ആൾക്കാരെ എനിക്ക് എന്നെ ഒരു പേഴ്സണലി അറ്റാക്ക് ചെയ്തിരുന്നു. അതെനിക്കൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. എനിക്കല്ലേ ഇവിടെ വെച്ച് അടിച്ചു തീർക്കാനാണ് താല്പര്യം. പക്ഷെ അതുങ്ങൾ തകർന്നു പോയി. അതുകൊണ്ട് ഞാൻ ക്ഷമ കൊടുത്തു. ആര് തകർന്നു പോയി? അതിലെന്നു അത് അവരെ മുമ്പിൽ വെച്ച് പറയാൻ താല്പര്യമുണ്ടോ? കിട്ടി അടി കിട്ടി. വാക്ക് മറക്കല്ലേ. അല്ല ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവന്മാര് രണ്ടും ഇവിടെ കിടക്കണം, ഞാൻ അവിടെ കിടക്കുന്നു. എന്താ വർത്താനം? ഇവിടുന്ന് 5